മഴയ്ക്ക് ഇടയിലൊരു ഗ്യാപ്പ് ഇങ്ങനെ വന്നിരുന്നു, പക്ഷെ ഇപ്പോൾ വീണ്ടും തന്നെ തുടങ്ങി. വേറെ കൃഷിപ്പണി കാര്യങ്ങളൊന്നുമില്ല, ഇന്ന് കുറച്ച് വിളവെടുപ്പാണ്. വിളവെടുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതനയും കുറച്ച് എന്താ പറയുക കുക്കുംബറൊക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മളെ മല്ലിക ഇടയ്ക്കും തലക്കൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുമുണ്ട്, അതും കാണിച്ചു തരാം. നല്ല മഴ. പപ്പായ 2 ടൈപ്പാണ്, ഒന്ന് നീണ്ട ടൈപ്പുണ്ട്, പിന്നെ ഉരുണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പുണ്ട്. 2 ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. കുക്കുംബർ പിന്നെ ഇന്നലെ അല്ല മിഞ്ഞാന്ന് നമ്മളൊരു 6 കിലോ കൊടുത്തു. ഈ പിന്നെ മൂക്കാനായത് കുറച്ചുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല സൈസ് ഉണ്ട്, മൂപ്പ് കറക്റ്റ് ആണേനും. ഇത് ലേശം മൂത്താലും തന്നെ ഉള്ളിലുള്ള കുരുവൊന്നും അങ്ങനെ എന്താ പറയുക കട്ടി കൂടൊന്നുമില്ല. വാട്ടർ കണ്ടൻറ്റ് നല്ലോണമുള്ള സാധനമാണ് ഇത്. പിന്നെ നാളേക്ക് മറ്റന്നാൾക്കൊക്കെ ആവാൻ ഇനി ഇതിന്മേൽ ഇഷ്ടംപോലെ കായകളുണ്ട്. പിന്നെ വീട്ടാവശ്യത്തിനുള്ളത് ഇങ്ങനെ ദിവസം 1-2 എടുത്തുകൊണ്ട് പോകലാണ്. ഇന്ന് മഴ ദിവസം തന്നെ മുഴുവൻ. ഇതിൻ്റെ രസം വേറെ തന്നെ അല്ലേ, അത്യാവശ്യം കനമുണ്ട്. മഴ പെയ്താൽ പൊതുവേ വിളവ് കുറയുന്ന ഒരു സാധനമാണ് നമ്മളെ മുളക്. പിന്നെ ഇപ്പം ഇതിലേറെ നമുക്ക് വീട്ടിലെ ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന് ഷെഡിൽ വെച്ച് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് മുളകുകളൊക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ മഴയല്ലായിരുന്നോ. എന്നാലും ഉണ്ട് കുറച്ചൊക്കെ. ഉജ്ജ്വലൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ, ഉണ്ടാവുമ്പോൾ ഒരു തണ്ടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇത്രയും തയ്യുമെന്നാണ് നമുക്ക് ഇത്ര മുളക് കിട്ടിയത്. ചോളൊക്കെ ലെവലായിട്ടോ. ഈ മഴയത്തുള്ളൊരു സംശയം അതായിരുന്നു. കപ്പ ആവശ്യം ഉണ്ടായിട്ടല്ല, പക്ഷേ സംഭവം ഒരു 2 എണ്ണം ചെരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഹാർവെസ്റ്റ്. ഇത് പിന്നെന്താ പറയുക മറിഞ്ഞു വീണതാ കപ്പ, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഇങ്ങനെ എടുക്കലാണ്. നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ല ഇന്നത്തെ ഹാർവെസ്റ്റ്. കുറച്ച് കപ്പ, കുറച്ച് 2-3 പിന്നെ പപ്പായ, കുറച്ച് വഴുതന, കുക്കുംബർ, പച്ചമുളക്. പണ്ടൊരു പിന്നെ എന്താപ്പോൾ ഏത് കമ്പനീൻ്റെ പരസ്യം എന്നറിയില്ല, അധ്വാനമേ സംതൃപ്തി എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം ഉണ്ടായിരുന്നില്ലേ, ആ ഫീലാണ്. മുട്ട് ഒരുവിധം എല്ലാത്തുമ്മലും വന്നു, പൂവിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ പൂവിടുന്നുണ്ട്. പൂമ്പാറ്റകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി. പൂ നല്ല ഭംഗിയില്ലേ. പിന്നെ നമ്മൾ ഇതിൻ്റെ തടങ്ങളിൽ തല കട്ട് ചെയ്ത് വെച്ചതൊക്കെ മുട്ടുകളൊക്കെ വന്ന്, പിന്നെ അപ്പുറത്ത് പൂവിട്ടും കണ്ടു കേട്ടോ. മല്ലികയുടെ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഈ തടത്തിൽ ക്യാബേജും കോളിഫ്ലവറൊക്കെ വെച്ചാലേ നന്നാവും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. മഴ തുള്ളികൾ ഒതുങ്ങിയിട്ടില്ല, വലിയ മഴയല്ല, പക്ഷെ ചെറിയ രീതിയിൽ ചാറുന്നുണ്ട്. ഇത് നമ്മളെ വീട്ടാവശ്യത്തിനുള്ളതാണ്. പപ്പായും കുറച്ച് വഴുതനയും നമ്മളെ മുളകൊരു കിലോൻ്റെ അടുത്തുണ്ടാവും. വഴുതന ഒരു 3 കീസുണ്ട്, പിന്നെ കുക്കുംബർ ഒരു 2 കീസുണ്ട്. ഇത് രണ്ടും നമ്മളെ പിന്നെ ഉണ്ണിൻ്റെ അവിടെ ഉണ്ടാവും, മദീനൻ്റെ ഓപ്പോസിറ്റുള്ള പഴയ ചന്തക്കുളത്തിൻ്റെ മുകളിൽ. ഇത് പിന്നെ നമുക്കവിടെ വീട്ടിൽ ആവശ്യമുണ്ടാവും. പണിക്ക് വേറെ ഡ്രസ്സാട്ടോ, അതൊക്കെ മാറ്റി കുളിക്കല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ആ വേർപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് വീട്ടിൽ പോലെ. പിന്നെ ഭാര്യ എപ്പോഴും പറയലുണ്ടായിരുന്നു മുമ്പ് കേട്ടോ,
നമുക്ക് ഈ എവിടുന്നെങ്കിലുമൊക്കെ ഞങ്ങൾ ഈ പച്ചക്കറിയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി അതൊക്കെ നമുക്ക് തരുമ്പോൾ ഇതേപോലെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പം എന്തായാലും അത് സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഐറ്റമെങ്കിലും ദിവസം നമുക്ക് അയൽവാസികൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എടുത്തു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഒരു സ്വപ്നമായിരുന്നു ഇതൊക്കെ. അപ്പോൾ സ്വപ്നങ്ങൾക്കൊക്കെ എത്താൻ വലിയ പാടൊന്നുമില്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായി.